കേരളത്തിൻ്റെ തീരപ്രദേശമായ കണ്ണൂർ അതിൻ്റെ ചരിത്രത്തിനും സംസ്കാരത്തിനും വളരെയേറെ പ്രസിദ്ധമായ പ്രദേശമാണ്. ഒരേ രാജവംശത്തിൻ്റെ ഉയർച്ചയ്ക്കും പതനത്തിനും കാരണമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂരിൻ്റെ ചരിത്രപ്രസിദ്ധമായ സെൻറ്റ് ആഞ്ചലോസ് കോട്ട, അറക്കൽ മ്യൂസിയം, ഉളിയത്തുകടവ് എന്നീ ചരിത്ര സ്മാരകങ്ങളുടെ ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എളിയ ശ്രമമാണിത്. കാറ്റിലൂടെ ചരിത്രം മന്ത്രിക്കുന്ന കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് അതിമനോഹരമായ സെന്റ് ആഞ്ചലോ കോട്ട കാലത്തിൻ്റെയും വീര്യത്തിൻ്റെയും സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. അതിൻ്റെ പുരാതന ആലിംഗനത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ മതിലുകൾ കീഴടക്കലിൻ്റെയും സമുദ്ര അത്ഭുതങ്ങളുടെയും കഥകൾ പ്രതിധ്വനിപ്പിക്കുന്നു. ഇത് പ്രതിരോധത്തിൻ്റെയും ശക്തിയുടെയും ഒരു ഇതിഹാസമാണ്. കണ്ണൂർ കോട്ടയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പേരാണ് വാസ്കോ ഡ ഗാമയുടേത്. സമുദ്രമാർഗം വഴി ആദ്യമായി എത്തിയ യൂറോപ്യൻ സഞ്ചാരിയാണ് വാസ്കോ ഡ ഗാമ. 1498 ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയത് ഈ പോർച്ചുഗീസ് നാവികനാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ മലബാർ തീരത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ലാഭകരമായ സുഗന്ധവ്യഞ്ജനത്തിന് നല്ലൊരു ലാഭം കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. ഈ ലാഭത്തിന് മൂല്യം വർദ്ധിപ്പിക്കാൻ അവർ തങ്ങളുടെ കൊളോണിയൽ ഭരണത്തിന്റെ തുടക്കം കുറിക്കുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഇറങ്ങി. ഈ ഭൗമരാഷ്ട്ര വിപ്ലവത്തിനിടയിൽ കണ്ണൂരിലെ ഭരണാധികാരി കോലത്തിരി രാജാവ് പോർച്ചുഗീസുകാരുടെയും കോഴിക്കോട്ടെ സാമൂതിരിയുടെയും സമ്മർദ്ദം നേരിട്ടു. 1505 പോർച്ചുഗീസുകാർ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. യഥാർത്ഥത്തിൽ ഫോർട്ടലേസ ഡാ സാവോ ആഞ്ചലോ എന്നാണ് ഈ കോട്ട അറിയപ്പെട്ടത്. പ്രദേശത്ത് തങ്ങളുടെ കാലുറപ്പിക്കാൻ നൂറ്റാണ്ടുകളായി പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാരിലേക്കും ഒടുവിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്കും അധികാരത്തിൽ ഒന്നിലധികം മാറ്റങ്ങൾക്ക് കോട്ട സാക്ഷ്യം വഹിച്ചു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളും ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ സംഘട്ടനങ്ങളിലൂടെ അതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം തുടർന്നു. ഇന്ന് സെന്റ് ആഞ്ചലോസ് ഫോർട്ട് ഈ പ്രദേശത്തിന്റെ പ്രക്ഷുബ്ധമായ ചരിത്രത്തിന്റെ സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു കോട്ട ചരിത്രത്തിന്റെ ഓരോ കാര്യത്തിനും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. അപ്പം പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ ഒരു കോട്ട പിന്നീട് അത് ഡച്ചുകാരിലേക്കും അതുപോലെ തന്നെ അത് പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്കും കൈമാറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടയുടെ ഇടനാഴിൽ പോകുമ്പോൾ നമുക്ക് ഈ കോട്ടയുടെ ചരിത്രം നമ്മളെ കൂടുതൽ മനസ്സിലേക്ക് എത്തിച്ചേരും. അതുപോലെ കടലിന്റെ വിസ്തൃതിയിലേക്ക് നോക്കുമ്പോഴും കൂടുതലായിട്ടും ആ കടലിന്റെ സാഹസികതയെക്കുറിച്ചും മറ്റുമെല്ലാമുള്ളൊരു നമ്മളെ വിളിച്ചോതുന്നുണ്ട് ആ ഒരു കടലിലേക്ക് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളെ ഈ കോട്ടയുടെ ചരിത്രം നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 2015 ഈ കോട്ടയുടെ കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഖനനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഖനനത്തിൽ ഏകദേശം 1500ഓളം പീരങ്കി ഉണ്ടകൾ ഇവിടുന്ന് കിട്ടുകയുണ്ടായി. അത് ഏകദേശം 250 ഗ്രാം മുതൽ 9 കിലോ വരെ ഭാരം വരെയുള്ള പീരങ്കി ഉണ്ടകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കോട്ടയുടെ വാസ്തുപരമായ പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസുകാർ ഈ ഒരു കോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് നിർമ്മിച്ച സമയം മുതൽ ഇന്ന് വരെ തന്നെ ഈ കോട്ടയുടെ പ്രൗഢി ഒട്ടും ചോർന്നിട്ടില്ല. ഈ ഒരു കോട്ട എന്ന് പറയുമ്പോൾ ലാറ്ററൈറ്റ് കല്ലുകളും ഇഷ്ടികകളും കൊണ്ടൊക്കെയാണ് ഈ കോട്ട ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു കോട്ടയിൽ നൂറ്റാണ്ടുകളുടെ സമുദ്ര വ്യാപാരത്തിൻ്റെയും കൊളോണിയൽ അധിനിവേശങ്ങളുടെയും അടയാളം വഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനമായ സ്ഥാനം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടെ വിവിധ കൊളോണിയൽ ശക്തികളുടെ ഒരു കോട്ടയാക്കി മാറ്റി. പിന്നെ ഈ കോട്ടയ്ക്ക് എന്ന് വെച്ചാൽ നമ്മളോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യുദ്ധങ്ങളുടെയും പറയാത്ത കഥകളുടെയും പ്രതിധ്വനികളാൽ ചുറ്റപ്പെട്ട കാലത്തേക്ക് നമ്മളെ ഈ കോട്ട തിരികെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടുനൂലുകളും ദൂരദേശങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും നിറച്ച എണ്ണമറ്റ കപ്പലുകൾ ഈ വീക്ഷണകോണിൽ നിന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ മലബാർ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കോട്ട എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും സമുദ്ര പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഒരു തെളിവും പ്രതീകവും ഒക്കെയാണ്. പിന്നെ അറബിക്കടലിൻ്റെ തിരമാലകൾ അതിൻ്റെ കാലാവസ്ഥ ഭിത്തിയിൽ പതിക്കുമ്പോൾ കോട്ടയുടെ കഥകളും അധിനിവേശവും വ്യാപാരവും ഒക്കെ മന്ത്രിക്കുന്നുണ്ട്. പിന്നെ നൂറ്റാണ്ടുകളായിട്ട് സെന്റ് ആഞ്ചലോസ് ഫോർട്ട് ചരിത്രത്തിൻ്റെ ഒഴുക്കിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാരിലേക്കും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്കും കൈമാറിയിട്ടുണ്ട്.
അപ്പോൾ ഓരോ ജേതാവും അതിൻ്റെ ഉയർന്ന കോത്തളങ്ങളിലും തകർന്ന കോത്തളങ്ങളിലുമൊക്കെ അവരുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പീരങ്കി വെടിവെപ്പിൻ്റെയും സാമ്രാജ്യങ്ങളുടെ ഏറ്റുമുട്ടലിൻ്റെയും പ്രതിധ്വനികൾക്കിടയിൽ സെൻറ് ആഞ്ചലോ കോട്ട സാംസ്കാരിക സംയോജനത്തിൻ്റെയും വിനിമയത്തിൻ്റെയും നിമിഷങ്ങൾ സാക്ഷ്യം വഹിച്ചിരുന്നു. അതിൻ്റെ മതിലുകൾക്കുള്ളിൽ വിദൂര ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഇടകലർന്നിട്ടുണ്ട്. ചരക്കുകളും ആശയങ്ങളും ആചാരങ്ങളും കൈമാറ്റം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏക രാജമുസ്ലിം കുടുംബമായിരുന്നു അറക്കൽ കുടുംബം എന്ന് പറയുന്നത്. മറ്റ് ഹിന്ദു രാജാക്കന്മാരെ പോലെ തന്നെ മരുമക്കത്തായിരുന്നു അറക്കലിനും പിന്തുടരുന്നത്. കുടുംബത്തിലെ മൂത്തയാൾ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും രാജാവാകുകയായിരുന്നു പതിവ്. പുരുഷനാണെങ്കിൽ അലി രാജാവെന്നും സ്ത്രീ ആണെങ്കിൽ അറക്കൽ ബീവി എന്നും വിളിച്ചിരുന്നു. അതുപോലെ കണ്ണൂരും ലക്ഷദ്വീപും ഭരിച്ചിരുന്നതും അതുപോലെ കച്ചവടം വഴി യൂറോപ്പ് ഉൾപ്പെടെ ലോകത്തിലെ പല ഭാഗങ്ങളിലും ബന്ധവും ഉണ്ടായിരുന്നു ഈ ഒരു അറക്കൽ കുടുംബത്തിന്. അറക്കൽ അലി രാജാക്കന്മാരുടെ ദർബാർ ഹാളായിട്ട് നിർമ്മിച്ച ഈ ഒരു മ്യൂസിയം ഇപ്പം കേരളത്തില് ഏറ്റവും ആദരണീയമായ ആ ഒരു അറക്കൽ കുടുംബത്തിന്റെ ഭൂതകാലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഈ ഒരു മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അവരെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഓരോ വസ്തുക്കളും നമുക്ക് കാണുമ്പോൾ അതിന്റെ പിന്നിലെ ഓരോ കഥകളും നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ ശരിക്കും സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് പലതരത്തിലുള്ള നിറങ്ങളുടെയും അതുപോലെ തന്നെ ഘടനകളുടെയും ഒരു തരം അത്ഭുതം തന്നെയാണ് നമുക്ക് ആ ഒരു മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് വൈവിധ്യമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ രാജകീയ പ്രൗഢിയെക്കുറിച്ചെല്ലാം നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. അതിന്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നതിന് മുഗൾ, ഇന്ത്യൻ, കൊളോണിയൽ സ്വാധീനങ്ങൾ, തടസ്സങ്ങളില്ലാതെ എല്ലാം കൂടി ഒരു ചേർത്ത് നിർത്തിയിട്ടുള്ളൊരു വാസ്തുവിദ്യയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞ ആ രാജകീയ പ്രൗഢിയുടെയും പ്രഭാവലയം തന്നെ നമുക്ക് ആ ഒരു മ്യൂസിയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ ഹാളിലോട്ട് പോകുമ്പോൾ അന്നത്തെ കാലത്ത് അവരുപയോഗിച്ച പല വസ്തുക്കളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അന്ന് അവരുപയോഗിച്ച ആഭരണങ്ങൾ മുതൽ അവരുപയോഗിച്ച വാളുകൾ, അതുപോലെ എല്ലാ വസ്തുക്കളും നമുക്ക് ഈ ഒരു ഹാളിൽ അവർ പ്രദർശിപ്പിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് അവർ ഇതെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗിച്ചു, എങ്ങനെയുള്ള ജീവിതമാണ് അവർ മുന്നോട്ട് നയിച്ചത് എന്നെല്ലാം നമുക്ക് ഈ ഒരു കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പുരാവസ്തുക്കള്, സ്മരണികള്, അതുപോലെ അന്നത്തെ കാലത്ത് അവരുപയോഗിച്ച പല സാധനങ്ങളും നമുക്ക് ഇന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതില് മലബാറിന്റെ ചരിത്രത്തെ ഇവിടെ വിളിച്ചു നോക്കും. അതായത് നമുക്ക് ഓരോ സാധനം കാണുമ്പോൾ അന്നത്തെ കാലത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അതിലൂടെ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇവിടെ പല സാധനങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ച, അതായത് വാളുകളായാലും അവരുടെ കയ്യെഴുത്ത് മാസികൾ, അങ്ങനത്തെ പല സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആ ഒരു അറക്കൽ മ്യൂസിയത്തിന്റെ ആ ഒരു ഇടവഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ നൂറ്റാണ്ടിന്റെ ചരിത്രം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു കാലത്ത് അപാരമായ ശക്തിയും സ്വാധീനം ചെലുത്തിയ ഒരു രാജവംശത്തിന്റെ ഒരു കഥകളാണ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിലൂടെ പറഞ്ഞു തരും. അന്നത്തെ കാലത്ത് കണ്ടെത്തിയ പല കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്ക് ഈ ഒരു അറക്കൽ മ്യൂസിയത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ആ മഹത്തായ സിംഹാസനങ്ങൾ മുതൽ അവരുടെ അന്നത്തെ കുലീനമായ സ്ത്രീകളിൽ അലങ്കരിച്ച സങ്കീർണമായ ആഭരണങ്ങൾ വരെ നമുക്ക് ആ ഒരു മ്യൂസിയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ പുരാവസ്തുവിലും അതിൻ്റെതായ കഥകളും അവർക്ക് പറയാനുണ്ട്. അവിടെ അന്നത്തെ കാലം അവർ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ മുതൽ അവരെ പരമ്പരാഗത വസ്ത്രങ്ങൾ വരെ നമുക്ക് എല്ലാം അവരെ ഈ തലമുറകളായി കൈമാറിയെത്തിയ ആ ഒരു എല്ലാ വസ്തുക്കളും നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ അന്നത്തെ കാലത്തുള്ള അവരുടെ ലിഖിതങ്ങളായാലും അവരുടെ ആയുധങ്ങളായാലും എല്ലാം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആയിരത്തി 1930 മഹാത്മാഗാന്ധി രാഷ്ട്രത്തെ വിഴുങ്ങുന്ന ചെറുത്തുനിൽപ്പിന്റെ തീപ്പൊരി ജ്വലിപ്പിച്ചു. അന്യായമായ ഉപ്പുനികുതിക്കെതിരായ നിയമലംഘനത്തിനുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം ഉളിയത്ത് കടവിലെ ജനങ്ങളിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു. ഗാന്ധിയുടെ ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ഉപ്പുമാർച്ച് എന്നും അറിയപ്പെടുന്നു. അവരുടെ അവകാശങ്ങൾ വീണ്ടെടുക്കാനും കൊളോണിയൽ ഭരണകൂടത്തിന്റെ ഉപ്പ് ഉൽപാദനത്തിന്റെ കുത്തകയെ വെല്ലുവിളിക്കാനും എണ്ണമറ്റ ഇന്ത്യക്കാരെ പ്രചോദിപ്പിച്ചു.
ഉളിയത്ത് കടവിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഗാന്ധിയുടെ ആഹ്വാനം സ്വീകരിച്ചു. പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ അവർ ഐക്യദാർഢ്യത്തോടെ മാർച്ച് നടത്തി. അന്യായമായ ഉപ്പുനികുതി ധിക്കരിക്കാനും സ്വാതന്ത്ര്യം നേടിയെടുക്കാനും തീരുമാനിച്ചു. ഉളിയത്ത് കടവിലെ ജനങ്ങൾ തങ്ങളുടെ ദൃഢനിശ്ചയത്തിൽ ഒറ്റക്കെട്ടായി മുന്നേറിയപ്പോൾ പയസ്വിനി നദിയുടെ തീരം സമാധാനപരവും എന്നാൽ ശക്തവുമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യയിലുടനീളം ഉപ്പു സത്യാഗ്രഹം ശക്തി പ്രാപിച്ചപ്പോൾ ചെറുത്തുനിൽപ്പിന്റെ കോട്ടയായി ഉളിയത്ത് കടവ് ഉയർന്നു വന്നു. ദണ്ഡിയാത്ര നടത്തിയ ഗാന്ധിജി ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചതിന്റെ തുടർച്ചയായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കി നിയമം ലംഘിച്ച സ്ഥലമാണ് പയ്യന്നൂർ ഉളിയത്ത് കടവ്. അപ്പോൾ ഇവിടെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യമായിട്ട് ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചത്. 1930 മാർച്ച് 9 വടകരയിൽ വെച്ചിട്ട് ഒരു KPCC യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ യോഗത്തിലാണ് ഇതിന് ഉപ്പ് സത്യാഗ്രഹം നടത്താനുള്ള അനുമതി ലഭിക്കുന്നത്. ആ അനുമതിയിൽ 32 അംഗങ്ങളുള്ള ഒരു ടീമായിട്ടാണ് ഇവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന് ലീഡറായിട്ട് കെ കേളപ്പനായിരുന്നു തീരുമാനിച്ചത്. PK കുഞ്ഞിരാമൻ നമ്പ്യാർ ഇതിന്റെ ക്യാപ്റ്റനായിട്ടും അവര് തീരുമാനിച്ചിരുന്നു. സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ 2ാം വർദ്ധോളി എന്നാണ് ഇവിടുത്തെ ഉപ്പ് സത്യാഗ്രഹം അറിയപ്പെടുന്നത്. ഉളിയത്ത് കടവിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു. ആ പ്രക്ഷുബ്ധമായ കാലത്ത് അതിലെ ജനങ്ങൾ നടത്തിയ ത്യാഗങ്ങൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്നു. ഐക്യത്തിന്റെയും സ്ഥിരോത്സവത്തിന്റെയും ശക്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉളിയത്ത് കടവിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ നാടിനെ രൂപപ്പെടുത്തിയ ധീരതയുടെയും പ്രതിരോധത്തിന്റെയും യാത്രയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അടിച്ചമർത്തലിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചം ഉയർന്നു ശോഭനമായ ഭാവിയിലേക്കുള്ള പാതയെ പ്രകാശിപ്പിക്കുന്നു. സോൾട്ട് മാർച്ചിന്റെ പ്രതിധ്വനികൾ ചരിത്രത്തിന്റെ വാർഷികങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്നത് തുടരട്ടെ. കാലത്തിന്റെ പ്രവാഹങ്ങൾ എവിടെ നയിച്ചാലും നീതിക്കും സമത്വത്തിനും വേണ്ടി പരിശ്രമിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു.